പിന്നെ അതൊക്കെ പിന്നെ അറിയാം. എടാ ഇക്കോ ഏതാണ്ട് പൈസ തരണയാ, അതുകൊണ്ട് 2 ആഴ്ചക്ക് ഫ്രീ ആയിട്ട് പണി തരണം. ഒന്ന് പോയിക്കാ അവിടുന്ന്, എനിക്ക് അതിലൊന്നും നേരമില്ല. എന്റെ വാപ്പാനെ കണ്ടിട്ട് 4 വർത്താനം പറയാനുണ്ട്. ഇത് പരീക്ഷക്ക് പൊട്ടിയതും ഇന്റെ അടുത്ത് വന്ന് കണ്ട് ഒപ്പിട്ട് പോയതും ഒക്കെ ഞാൻ എന്റെ പാപ്പാക്ക് പറഞ്ഞു കൊടുക്കും. വേണോ? കുഞ്ഞുമുത്തങ്ങളിൽ പറഞ്ഞ ഞാൻ നിങ്ങളെ സഹായിക്കാതിരിക്കോ? ഞങ്ങളെ മുത്തുമണിയല്ലേ. താത്ത നിങ്ങളെ കടയിലേക്ക് എന്തെങ്കിലും ജോലി തരുമോ? ഒരു പൈസയും തരണ്ട. താത്ത നിങ്ങളെ കടയിൽ എനിക്കൊരു ജോലി തരുമോ? എന്തിനാ മോനെ എനിക്ക് എന്റെ കടയിൽ ജോലി? ഞങ്ങളെ കടയിലൊക്കെ ജോലി ചെയ്ത് എത്ര പൈസ കിട്ടുന്ന എനിക്ക് അറിയണതല്ലേ. ഇക്രോണെ തന്നെ ഇപ്പൊ ഞാന് മോന്റെ കൈക്കുന്ന 2000 കിട്ടുക ഉറപ്പുള്ളോട് ചോദിച്ചതാണ്. അവിടെ പണിക്കാർ ആവശ്യമൊന്നുമില്ല മോനെ. ഈ പ്രാവശ്യത്തിൽ തന്നെ പണിയെടുക്കാനുള്ള മനസ്സുണ്ടല്ലോ എനിക്ക്, അതന്നെ മതി. നിങ്ങളെ കടയിൽ എനിക്ക് ഉറങ്ങാനേലും കുറച്ച് സ്ഥലം തരുമോ? അതെന്താ കുട്ടിയെ അങ്ങനെയൊക്കെ ചോദിക്കണേ? ഇതിന്റെ പെരേക്ക് പോണില്ലേ? ഇല്ല, ഇന്ന് എന്തായാലും എന്നെ അങ്ങോട്ട് കേറ്റൂല, അതുകൊണ്ട് ഞാൻ പോണില്ല. ഇനി ചെന്തിനാ കുട്ടി പീടിയിൽ കിടക്കണം എന്നൊക്കെ പറയണേ? നമ്മള് കുട്ടിക്ക് പോരെ? ആടാ, അല്ലെങ്കിൽ ചിന്തോടുക്ക് പോരെ? ആടക്രോ ഓ ഇന്തോടുക്ക് പോന്നോട്ടെ. നിങ്ങൾക്ക് അതിൽ ഇടങ്ങാറാവില്ലെന്നോ? എന്റെ കൂട്ടുകാരനെ കൊണ്ട് നിങ്ങൾക്ക് ഇടങ്ങാറോ? നിങ്ങൾ വേണമെങ്കിൽ 2000 ക്യാൻസൽ ചെയ്തെന്നാളെ ഇവനെ ഞാൻ എന്റെ വരെ കൊണ്ടേക്കോളാം. ഇതിന്റെ പാനച്ചങ്ങല പൊട്ടിച്ചാലും കുതിരച്ചങ്ങല പൊട്ടിച്ചാലും നമ്മളെ വീട്ടിൽ 2 ആഴ്ചക്ക് പണിക്ക് വരണം. എല്ലാ പണി ചെടുക്കണം. 2 ഉറുപ്പിക എനിക്ക് വേണ്ടിയത്, മനസ്സിലായാ? പാപം മോന്റെ ബാപ്പ എനിക്കറിയാം, അതൊരു പാവാണ്. ഇതേപോലെ തലതെറിച്ചൊരു സാധനം ഉണ്ടായത് അതിന്റെ കുറ്റം കൊണ്ടാ എനിക്കറിയില്ല. എന്റെ ബാപ്പാനോട് ഞാൻ എന്തായാലും കായ് ചോദിക്കണേ, കാരണം അത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എന്റെ കുർത്തക്കേടുകളൊന്നും. പാവം വജ്ജാത്തൊരു ഉമ്മയാണ് എനിക്കുള്ളത്. എന്തെങ്കിലും ബോധം ഉണ്ടാ എനിക്ക്? അതുമില്ല. അമ്മ എന്റെ പിന്നാലെ ഈ ബാറ്റ് കൊണ്ട് മതി തന്നെ തല്ലിക്കൊല്ലാനൊന്നുമല്ല. അന്നത് വൈദ്യുതിക്ക് വരുത്താനാ. എന്റെ അടുത്ത് കായ് കിട്ടിയിട്ട് എന്റെ കടം വീട്ടിലുണ്ടാവില്ല. മൊഴത്തിന്റെ പിടിയിൽ 2 വെച്ചൊക്കെ നിന്നോ. എന്റെ കൂട്ടുകാരൻ നമ്മളെ കുടിയിൽ നിന്നോട്ടെ, എത്ര ദിവസം വേണമെങ്കിൽ നിന്നോട്ടെ, നമ്മൾ ചോറ് കൊടുത്തോളാം. നാളിക്കോ അന്ത 2000 നമ്മൾ മറക്കൂല. ഈ തള്ള ഇത് വാ മോനെ, നമുക്ക് ഇക്രൂന്ന് എന്റെ പെരക്ക് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ പെരക്ക് പോരാ. വീഡിയോയിലൊന്നും കൊടുക്കണ്ട. പിന്നെ ഇന്ന് എന്റെ കുടിയിൽ നിന്നിട്ടാണ്ട് പെരയിൽ പോയിട്ട് ഞാൻ റെഡിയാക്കി തരാം. എന്റെ പേരും കൂടിക്ക് കാണിച്ചു തന്നാൽ മതി. എന്റെ അമ്മനൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ചായ കുടിച്ചിട്ട് നേരെ എന്റെ പേരെ പോവാം. എങ്ങനെയുണ്ട്? അതൊന്നും വേണ്ട, അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. ബേജാറാവണ്ടിനി, നമ്മളൊക്കെ ശരിയാക്കി തരേ. ഈ കുഞ്ഞുമുള്ളപ്പോ ആരും ഇവിടെ വിഷമിച്ചിരിക്കൂല. ഇന്നെന്തിനാ കുഞ്ഞുമുത്ത നിങ്ങൾ ഇന്നെങ്ങനെ വിഷമിപ്പിക്കണേ? ഞാനൊരു പാവല്ലേ. എന്നെ വിഷമിപ്പിക്കാൻ എനിക്ക് ഒരു മടിയില്ലടാ. അല്ല എന്നാ ഞാനുണ്ട് കുഞ്ഞുനെ നിങ്ങളെ പെരേക്ക് കൊണ്ടാക്കാനായിട്ട്. ഓനക്ക് കൂട്ടി നിൽക്കോ? അവിടെ നിന്നോ. ഇപ്പൊ 2 ആഴ്ച നമ്മളോടല്ലേ എനിക്ക് പണി. ഇനിയിപ്പൊ ഭർത്തനെ കുടിക്കോ? എന്താപ്പത് നിങ്ങളെ പെരയിൽ നേച്ചർ ഒടുങ്ങാൻ പോകണ്ട നിങ്ങള്? എന്തെന്ന് ഇത്ര നേരം വെക്കണേ? കച്ചവടം ഉണ്ടായിരിക്കും. ഇന്നേരായിട്ട് കഴിഞ്ഞിട്ടില്ലേ? ഇമ്മ വന്നല്ലോ. ഇക്രോ ഉണ്ടല്ലോ, മറ്റേ കുട്ടിയതാ. എടാ ഇക്രോ, എനിക്ക് മടിയാവുന്നേ. എടാ മടിക്കൊന്നും വേണ്ടടാ. കുഞ്ഞുമുത്ത ആളൊരു പാവ. ഈ കാണുന്ന ഷാട്ടെ മാത്രമേ ഉള്ളൂ, ആളൊരു പാവ. ശരിക്കും പറഞ്ഞാൽ എത്ര പോയി പൈസ ഞാൻ കുഞ്ഞുമുത്തൊക്കെ കൊടുക്കാനുണ്ടെന്ന് അറിയോ? ഞാൻ എത്ര പോയി ഭക്ഷണം അവരുടെ കടയിൽ നിന്ന് കഴിച്ചിരിക്കുന്നേ. 2000 രൂപയല്ലേ ചോദിച്ചുള്ളൂ, അതെന്നെ വലിയ കാര്യം. എടാ എന്നാലും ഞാൻ ഇവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ പിന്നെ ഇവരുടെ കട ജോലി കിട്ടുവെച്ചിട്ടാ ചോദിച്ചേ. ഓ അതൊന്നും ആവില്ല. ഇവർ നീ വിചാരിക്കുന്ന പോലത്തെ ആൾക്കാരല്ല, നല്ല ആൾക്കാരാ. എടാ എനിക്ക് പേടിയാവുന്നുണ്ടാ, ഞാൻ ഇവർക്കൊരു ബുദ്ധിമുട്ടാവോ? നീ ഒന്ന് പോയിക്കോ എന്റെ കുഞ്ഞോ. എന്താ എത്ര നേരം വണ്ടി? എന്താ ഇക്രൂനായിട്ട് പോന്നേ? മറ്റേ കുട്ടി ഏതാ? ഇക്രൂനെ 2 ആഴ്ചക്ക് ഇന്റെ ഇപ്പൊ ജോലിക്ക് നിർത്താം, അതുകൊണ്ട് ഓൻ നമ്മളോടുണ്ടാവും. അമ്മ നിങ്ങൾക്കൊരു സഹായാവൂലേ? എനിക്ക് ഓഫീസിൽ പോവാണ്ടായതുകൊണ്ട് എനിക്ക് ഏതായാലും ഉമ്മാനെ സഹായിക്കാൻ പറ്റില്ല. അപ്പൊ ഒരാൾ സഹായത്തിനുള്ള നല്ലതല്ലേ? ഒറ്റയ്ക്കല്ലേ ഒക്കെ ചെയ്യണത്. അതിൽ കിട്ടും മറ്റേ കുട്ടി ഏതാ? അങ്ങോട്ട് പോണോ? അല്ല മറ്റേ കുട്ടി ഏതാ പറഞ്ഞില്ല? അത് ഇക്കോന്റെ കൂട്ടുകാരനാണല്ലോ. ഓൻ അതിന്റെ പേരെ ഇന്നേരത്ത് പുറത്താക്കിക്കണല്ലോ. പഠിച്ചോനെ, ഇന്നേരത്ത് ചെറിയ കുട്ടീനെ പേരെന്ന് പുറത്താക്കിക്കേ. എന്തിനാണ് ഇത്ര പുറത്താക്കിയത്? അതൊക്കെ ഓൻ എനിക്ക് പറഞ്ഞുതരും. ഒരു പാവം കുട്ടിയാണ്. ഞാൻ പറയുന്നത് നമ്മുടെ കുടി കടന്നോന്ന്, നാളെ രാവിലെ പോവാലോ. പഠിച്ചോനെ പാവാണ്. ഇന്നേരത്തൊക്കെ കുട്ടിയുടെ പേരെന്ന് പുറത്താക്കിക്ക. ചെറിയ കുട്ടികളല്ലേ ഇവരൊക്കെ. നമ്മൾ ഉസ്മാന്റെ പ്രായമില്ലേ ഓൻക്കുള്ളു കണ്ടിട്ട്. അതാ പിന്നെ ഞാൻ അങ്ങോട്ട് കൊടുന്നേ. ഇക്രൂന് 2 ആഴ്ച ഇവിടെ നിർത്തണം. എന്റെ ചെറിയ കാര്യം ഇക്രോനോട് പറയരുത്. എന്താ അമ്മ? ഇക്രൂന്റെ അമ്മക്ക് തീരെ വെച്ചായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കണമെന്ന് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞിരുന്നേ. അവിടെ 2 ആഴ്ച അഡ്മിറ്റ് ആവണത്രേ. അപ്പൊ അതാണ് ഞാൻ ഇവിടെ ഇക്രൂനെ ജോലിക്ക് നിർത്താൻ തീരുമാനിച്ചത്. പഠിച്ചോനെ വല്ലാത്തൊരടങ്ങേറ്. എന്താണ് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓന്റെ വാപ്പ വിളിച്ചത് എനിക്ക് കുറച്ച് സീരിയസ് ആണെന്നാ കേട്ടത്. ഓനെ നോക്കാൻ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ നമ്മളല്ലാതെ. അതുകൊണ്ടാണ് ഞാൻ ഓനെ ഇങ്ങോട്ട് കൊടുന്നേ. അത് ജോലി ചെയ്യാനാന്നാ പറഞ്ഞിട്ട് കൊടുക്കണത്.
അപ്പൊ ഇമ്മ എന്നോട് ആദ്യം പറഞ്ഞത് ഓനെ ജോലിക്ക് നിർത്തുകയാണെന്നാണല്ലോ. അല്ല, ഓനോട് പറയണ്ടെന്ന് പറഞ്ഞു ഓന്റെ വാപ്പ. ഓൻ ഞാനൊരു ഇടങ്ങാറായാലോ. അപ്പൊ ഓനോട് ഞാൻ അങ്ങനെ പറഞ്ഞേ. ഏതായാലും ഓൻ നമ്മളെ കടയിൽ കുറെ കട ഉണ്ട്, ആ പേരും പറഞ്ഞ് ഓനെ നിർത്താൻ വിചാരിച്ച്. ഞാൻ ഓനോട് അവിടെ തിന്നീനും കുടിച്ചീനും കണക്ക് പറയോ സേനോ. ഓൻ നമ്മളെ കുട്ടിയെന്നല്ല ഉസ്മാന്റെ മാതിരി. ഞാൻ വെറുതെ ഓനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. എന്തേ വിചാരിച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല. ഓനോട് എനിക്ക് സത്യം പറയാൻ പറ്റൂലല്ലോ. എന്താ മക്കളെ ഇവിടെ തന്നെ നിക്കണേ? ഇങ്ങോട്ട് വരി. എന്താ മോനെ ഇവിടെ നിക്കണേ? വാ, ഔത്തിക്കിരിക്കി, ഞാൻ ചോറെടുത്തരാ. അല്ല താത്ത, അതൊന്നും വേണ്ടാത്ത നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട് മോനെ? വാ, ഔത്തക്ക് വാ. അതെ, ഇന്നെ ക്ഷണിക്കണൊന്നുമില്ലേ? ലിറ്ററോ അന്നെ ക്ഷണിക്കാൻ വേണ്ടിണ്ടാ? ഇവിടെ ആദ്യമായിട്ടൊന്നും അല്ലല്ല. അല്ലമ്മ, ഉസ്മാൻ എന്നാ വരാ? ഓൻ കുറെ സ്ഥലമ്മാൻ്റെ കൂടി പോയിട്ട്. ആ, ഓനിനി കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് വരുള്ളൂ. ഓനെ ഞാൻ കാണിച്ചു കൊടുത്തോളാം അമ്മ. ഓനോട് പോകുമ്പോ എന്താ പറഞ്ഞറിയോ? 4 ദിവസത്തിന് പോവാണെന്നേ. എന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ആ വന്നോളൂ കേട്ടോ. അമ്മയ്ക്ക് നോനിക്ക് വിളിച്ചു നോക്കാം. എന്നാ വീരി എല്ലാരും ഔത്തേക്ക് വരി.